Morning. Good morning, ma'am. Good morning, Good miss. morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് ഓഡിറ്റ് ആയിരുന്നു. ഓഡിറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ എന്തിനാണ് ഓഡിറ്റ് നമ്മൾ നടത്തുന്നത് എന്നുള്ള ചെറിയ കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് നമ്മൾ നോക്കി അല്ലെ. അയച്ചു നോക്കിയോ? അയച്ചു നോക്കിയിട്ടുണ്ടോ? ഓക്കെ. എന്തായിരുന്നു മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോ? ആരുടെ പെർഫോമൻസ് ആണ് അവിടെ വിലയിരുത്തുന്നത്? വാല്യുവേറ്റ് ചെയ്യുന്നത് ആരുടെ പെർഫോമൻസ് ആണ് മെഡിക്കൽ ഓഡിറ്റില്? ആരുടെ പെർഫോമൻസ് ആണ്? ഡോക്ടേഴ്സിന്റെ. ഓക്കെ. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിറ്റില് ആരുടെ പെർഫോമൻസ് ആണ് വിലയിരുത്തുന്നത്? നഴ്സുമാരുണ്ടാവും, പിന്നെ വേറൊരു നഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്താണ്? ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അല്ലെ. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ്, പോളിസീസ്, പ്രൊസീജിയർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. ഓക്കെ. ഓഡിറ്റ് നടത്തുമ്പോൾ എന്തൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓഡിറ്റ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ അല്ലെ. ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട്, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് അല്ലെ, നിരീക്ഷിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇപ്പോ എന്താ അതിനാവശ്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് വഴി എന്താണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ചെക്ക് ലിസ്റ്റ് വഴി നമ്മൾ റെഡിയാക്കണം. ഓരോ ഓഡിറ്റ് നടത്താനായിട്ട് ഇപ്പോ പല രേഖകളുടെ ആവശ്യങ്ങൾ വരും, പല ഡോക്യുമെന്റ്സുകള്. അപ്പൊ അതൊക്കെ നമ്മള് ചെക്ക് ലിസ്റ്റ് വഴി ഇത് കഴിഞ്ഞാൽ ഇത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെക്ക് ലിസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഓരോ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഇത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ് ചിലപ്പോൾ മറന്നു പോവില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകില്ല. അങ്ങനെ ചെക്ക് ലിസ്റ്റ് വഴി ചെക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഓഡിറ്റ് നടത്താം. അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ്സ് അല്ലെ. റെക്കോർഡ്സുകൾ വഴി, അതുപോലെ തന്നെ എന്താണ് ഡോക്യുമെന്റ്സുകൾ വഴി നമുക്ക് എന്താണ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ക്വസ്റ്റിനെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സർവേ പോലെയുള്ള കാര്യങ്ങളാണ് അല്ലെ. നമുക്കറിയാം സർവേ എങ്ങനെ നടത്തുന്നത്. ഈ എന്താണ് എസ്ഒർണോ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ വരുന്ന പേഷ്യൻസിനോടോ സ്റ്റാഫുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ നടത്താവുന്നതാണ്. അപ്പോ സർവേ പോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഇന്റർവ്യൂ എന്ന് പറഞ്ഞാലും എന്താണ് ധാരാളം ആളുകളുമായിട്ട് ഇന്റർവ്യൂ നടത്തി നമ്മൾ അതിൽ നിന്നും എന്താണ് ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തും അല്ലെ. ഓക്കെ. പിന്നെന്താ ക്ലിനിക്കൽ കേസ് റിവ്യൂ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഗി പരിചരണം എങ്ങനെയാണ് നടത്തുന്നത്, അതുപോലെ തന്നെ പേഷ്യൻസിൽ നിന്ന് അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ രോഗി പരിചരണം എങ്ങനെയാണ്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, അങ്ങനെയൊക്കെ ഈ പേഷ്യൻസിനോട് ചോദിച്ച് മനസ്സിലാക്കി അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ടും ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാവുന്നതാണ്.
അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് മെത്തേഡ്സിൽ. മെത്തേഡ് നോക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ്, ക്വസ്റ്റ്യനെയേഴ്സ്, ഇന്റർവ്യൂസ്, ക്ലിനിക്കൽ കേസ്, റിവ്യൂ. ഇനി ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? കൺകറന്റ് ഓഡിറ്റും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്പ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. രണ്ട് ടൈപ്പാണുള്ളത്. എന്താണ്? കൺകറന്റ് ഓഡിറ്റും ഉണ്ട്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും ഉണ്ട്. എന്താണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓക്കെ, കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ here is assessed at the time it is taken place. എന്താ പറയുന്നത്? അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? അപ്പോ taken place എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. Here is assessed at the time it is taken place. പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. ഓക്കെ, നമ്മൾ എന്താണ്? ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു അല്ലെ, എന്നിട്ട് അവരെ നമ്മൾ എന്താണ്, അസുഖം എന്താണ്, ലക്ഷണങ്ങൾ എന്താണ്, ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? രോഗിയെ പരിചരിക്കുന്നുണ്ട് അല്ലെ. ആ സമയത്ത് ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ പരിചരിക്കുന്ന സമയത്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞു അല്ലെ. ഡോക്ടറും പേഷ്യന്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട് അല്ലെ, കൺസൾട്ടേഷൻ. അപ്പൊ അത് നടത്തുമ്പോ അത് നടക്കുന്ന സമയത്ത്, പരിചരണം നടക്കുന്ന സമയത്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം. ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങള് കുറച്ച് ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കുറച്ച് ക്യാഷ് ഉണ്ട് നിങ്ങളുടെ കയ്യില്. അപ്പൊ എന്ത് ചെയ്തു? ആ ക്യാഷ് കൊണ്ടുപോയിട്ട് നമ്മളുടെ അടുത്ത് നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ചെലവായി പോകും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം നമുക്ക്. അങ്ങനെ നമ്മൾ ബാങ്കിൽ പോയി അവിടെ ക്യൂ ഒക്കെ നിന്ന് നമ്മള് കാര്യങ്ങളൊക്കെ എന്താണ് ഈ നമ്മൾ എഴുതിയൊക്കെ കൊടുക്കും അല്ലെ, എത്ര ക്യാഷ് ആണെന്നുള്ളതൊക്കെ നമ്മൾ അവിടെ ഫില്ല് ചെയ്തു, അത് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ എന്താണ്? അവര് നമ്മള് ക്യാഷ് കൊടുക്കുമ്പോ ആ കമ്പ്യൂട്ടറിൽ ആ ടൈമിൽ തന്നെയാണ് അവർ എൻ്റർ ചെയ്യുന്നത് ഇല്ലേ. അല്ലെങ്കിൽ എന്താ, നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ച് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ വീട്ടിലെത്തി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണോ കമ്പ്യൂട്ടറിൽ അവർ എൻ്റർ ചെയ്യുന്നത്? ആണോ? ഇല്ല. ആ സമയത്ത് തന്നെയാണ് അവര് എൻ്റർ ചെയ്തു പോകുന്നത്. ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് സ്വീകരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്ത് എൻ്റർ ചെയ്യും അല്ലെ. ഓക്കെ, അതെന്താണ്? ആ ടൈമിൽ തന്നെയാണ് അവർ എൻ്റർ ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ്? പരിചരണം. ഡോക്ടർ പരിചരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് എന്ത്? കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ബാങ്കിലൊക്കെ ചെയ്യുന്ന ഓഡിറ്റ് എന്ന് പറഞ്ഞാല് കൺകറന്റ് ഓഡിറ്റ് ആണ് കേട്ടോ. ആ ടൈമിൽ തന്നെ അവര് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. Care is rated after it has been completed through records. എന്താണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. ഓക്കെ, രേഖകൾ മുഖേന അത് പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് എന്താണ്? ഒരു രോഗി വന്നു, അവർക്ക് കെയർ കൊടുത്തു. ഇനി എല്ലാ റെക്കോർഡ്സുകളും, മെഡിക്കൽ റെക്കോർഡ്, പേഷ്യന്റ് രജിസ്റ്റർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി അദ്ദേഹത്തിന് എന്താണ് ഇപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടാണ് നമ്മൾ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി വന്നു, എന്താണ് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി, മെഡിക്കൽ റെക്കോർഡ്സ് ആയാലും പേഷ്യന്റ് രജിസ്റ്റർ ആയാലും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ അത് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ അഡ്മിറ്റ് ആക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്യും അല്ലെ. ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് സമയം പൂർത്തിയാക്കി. അപ്പോ ആ ടൈമിലൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഷുറൻസിന്റെ ആ ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവിടെ
ആ കമ്പനിയിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അവരെന്ത് ചെയ്യും, അപ്പൊ തന്നെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലെയിം തരാറുണ്ടോ അവര്? ഇല്ല. ആ രേഖകള്, ആ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി പരിശോധിച്ച ശേഷം മാത്രമാണ് നമുക്ക് ക്ലെയിം കിട്ടുന്നത്, ഇല്ലേ? അതാണ് പറയുന്നത്, രേഖകൾ മുഖേന അതെല്ലാം പൂർത്തിയാക്കി സബ്മിറ്റ് ചെയ്ത് അവർ ഇവാലുവേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത് അല്ലെ, ക്ലെയിം കിട്ടുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ആ ടൈമില് ആ സ്പോട്ടിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് അതെല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെ പൂർത്തിയാക്കി അത് കംപ്ലീറ്റ് ആക്കി അത് കറക്റ്റ് ആണോ, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നൊക്കെ അത് പരിശോധിച്ച ശേഷം മാത്രമാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോ പരിചരണം അത് നടക്കുന്ന സമയത്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് പരിചരണം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ആ എക്സാമ്പിൾ ഒന്ന് ഇവിടെ എഴുതി വെക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. എക്സാമിനൊക്കെ എടുത്ത് നോക്കുമ്പോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് വായിച്ചു നോക്കിയേ, ടൈപ്സും അതുപോലെ തന്നെ മെത്തേഡ്സും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. അതായത് നമ്മള് ഇപ്പോ ഒരു രോഗിക്ക് ഇൻഷുറൻസ് ക്ലെയിം വേണമെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്ക് ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ രേഖകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഡിസ്ചാർജ് ആകുമ്പോൾ രേഖകളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ആ രേഖകൾ സബ്മിറ്റ് ചെയ്ത് ഉടനടി നമുക്ക് ക്ലെയിം കിട്ടില്ല. കാരണം എന്താണ്, ഇൻഷുറൻസ് കമ്പനിക്കാർ ഇത് ചെയ്യുന്നുണ്ട്, ആ രേഖകൾ കറക്റ്റ് ആണോ അല്ലെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് പരിശോധിച്ച ശേഷം മാത്രമാണ് അവർ ക്ലെയിം കൊടുക്കുന്നത്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. രേഖകള് പൂർത്തിയാക്കി കറക്റ്റ് ആണോ, അത് കംപ്ലീറ്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമുക്ക് അവിടെ ഇവാലുവേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആ സ്പോട്ടില് ആ ബാങ്കിന്റെ അത് നോക്കാം. ആ എക്സാമ്പിൾ പറഞ്ഞതൊന്ന് നോക്കാം കേട്ടോ. ആ സ്പോട്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ആ സ്പോട്ടിൽ തന്നെ അവര് എൻട്രി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. Purpose of a clinical audit. Planning the future course of action. It is needful to obtain baseline information through assessment of achievements. എന്താണ് ഇവിടെ പറയുന്നത്? ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. It is needful to obtain baseline information through assessment of achievements. Achievements എന്ന് പറഞ്ഞാൽ എന്താ? അച്ചീവ്മെന്റ് മീൻസ് എന്താണ്? അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാല് നേട്ടങ്ങള് അല്ലെ, നേട്ടങ്ങള്. അതെന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചറിലെ നേട്ടങ്ങള് അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ടും അച്ചീവ്മെന്റ്സും ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്.
ഒരു ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ നേട്ടങ്ങള് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് നോക്കിയേ, ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് ദ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസസ്. എന്താണ്? നമുക്ക് ഹോസ്പിറ്റലിനുള്ളിലെ സർവീസസുകൾ ഇംപ്രൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ് അല്ലെ. ഓഡിറ്റ് നടത്തുന്നതിലൂടെ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇംപ്രൂവ്മെന്റുകളിലൂടെ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? ഇറ്റ് ഈസ് റെഗുലേറ്ററി ഇൻ നേച്ചർ ദാറ്റ് ensures full and effective utilization of staff and facilities available. എന്താണ്? സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ആവശ്യമനുസരിച്ചിട്ട് സ്റ്റാഫുകളെ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഫാർമസിയിലൊക്കെ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ എന്താണ്, അത് ബുദ്ധിമുട്ടാണ്. അവിടെ എന്താണ് വളരെ രീതിയിൽ ടൈം ആവുന്നുണ്ട്, നമ്മള് എന്താണ് ഇങ്ങനെ കുറെ ടൈം എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടേക്കൊക്കെ സ്റ്റാഫുകളെ ആവശ്യമാണ്. അപ്പൊ ഓരോ മേഖലകളിലേക്കും ഈ ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടേക്കാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ എവിടേക്ക് സ്റ്റാഫുകൾ വേണോ അല്ലെ. ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്താണ് ക്വാളിറ്റി ഉള്ള സർവീസസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫുകളെ കൃത്യമായിട്ട് എവിടേക്കാണോ സ്റ്റാഫുകളെ വേണ്ടത്, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഉപയോഗം, റിസോഴ്സസ് എന്ന് പറയുന്നത് റിസോഴ്സസും കൂടിയാണ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അല്ലെ. ആ സ്റ്റാഫുകളെ കൃത്യമായിട്ട് യൂട്ടിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇവാലുവേറ്റ് ദ effectiveness and efficiency of health programs and services put into practices. അതുപോലെ തന്നെ എന്താണ്, അവിടെ കൊടുക്കുന്ന സർവീസിലും അതുപോലെ തന്നെ ഹെൽത്ത് പ്രോഗ്രാംസിലൊക്കെ എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട് എന്നുകൂടി അളക്കാനായിട്ട് നമുക്ക് പറ്റും ഇല്ലേ. എത്രമാത്രം ഇഫക്റ്റീവ്നെസ്സോട് കൂടിയിട്ട് എത്രമാത്രം എഫിഷ്യൻസിയോട് കൂടിയിട്ടാണ് അവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അത് അളക്കാനായിട്ട് നമുക്ക് ഈ ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ സഹായകമാണ്. നെറേറ്റ് ആൻഡ് മെഷർ പ്രസന്റ് പെർഫോമൻസ്. എന്താണ്? ഇപ്പോഴത്തെ പെർഫോമൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. എപ്പോഴും ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ, പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അളക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബിയസ് സ്റ്റാൻഡേർഡ്സ്. ഒബിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വ്യക്തമായ, എന്താണ്? വ്യക്തമായ, ഓക്കെ, വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങൾ. ഓക്കെ, അതിന്റെ മീനിങ് ആണ് മാനദണ്ഡങ്ങള്. അപ്പൊ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങള് വികസിപ്പിച്ചെടുക്കുന്നതിന് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. റെക്കമെൻഡ്സ് വാട്ട് റിക്വയേഴ്സ് ടു ബി ചേഞ്ച്ഡ്. ഇനി എന്ത് മാറ്റങ്ങളാണ് വേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ് അല്ലെ. ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായകമാണ്. ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സസ് ഫോർ ചേഞ്ച്. ഓക്കെ, അപ്പൊ എന്താണ്? മാറ്റത്തിനായിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ മാറ്റത്തിനായിട്ട് പല കാര്യങ്ങളും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത് ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. നമ്മൾ എവിടെയെങ്കിലൊക്കെ ചേഞ്ച് വരുത്തേണ്ടതായിട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റിനായിട്ട് അല്ലെങ്കിൽ പേഷ്യന്റ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. അപ്പൊ എന്താണ്? അതെങ്ങനെ മാറ്റങ്ങൾ വരുത്താം, എവിടേക്ക് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട് എന്നുള്ള ജസ്റ്റ് നമുക്ക് വാഗൊണ്ട് പറയാൻ പറ്റില്ല അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അല്ലെ അത് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ടും എന്താണ് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. റിസോഴ്സസുകളിൽ ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമായത് കൊണ്ട് തന്നെ എന്താണ് ആ ചേഞ്ചസുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഏതൊക്കെ റിസോഴ്സസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തി നല്ല രീതിയിൽ പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ സഹായകമാണ്.
പിന്നെന്താ, അപ്രൈസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്സ്. ഇനി അതുപോലെ തന്നെ മുൻപത്തെ പരിചരണ കാര്യങ്ങളും അല്ലെ, പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് എന്താണ്, ക്ലിനിക്കൽ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലാക്കിയ പർപ്പസ്? Okay, next point ഒന്ന് വാങ്ങിച്ചു നോക്കിയേ. Prerequisites for clinical audit. വാങ്ങിച്ചു നോക്കിയേ. Okay, prerequisites for clinical audit. അവിടെ എന്താണ്, മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെ അംഗങ്ങളാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ എന്താണ്, ചെയർമാൻ, ഓഫീസർ ഇൻചാർജ്, മെമ്പർ, സെക്രട്ടറി, ഹെഡ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സ്. ഇവരൊക്കെ ആരാണ്? ഈ കമ്മിറ്റിയില് അംഗങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. എന്താണ്, മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ, ചെയർമാൻ, ഓഫീസർ ഇൻചാർജ്, അതുപോലെ തന്നെ മെമ്പർ, സെക്രട്ടറി, ഹെഡ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സ്. ഇത്രയും പേരാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ടുള്ളത്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. The committee to meet once a month on fixed day. ഇനി ആ കമ്മിറ്റി കൂടുന്നത് എന്നാണെന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ. എന്നാണ്? മന്തില് അല്ലെ, മാസത്തില് ഒരു പ്രാവശ്യം അവര് നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിക്സഡ് ഡേ ഉണ്ടാവും അല്ലെ. ആ ഡേയില് ഒരു പ്രാവശ്യം മാത്രമാണ്, മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് കൂടുന്നത്, കമ്മിറ്റി അവർ കൂടുന്നത്. ഇനി എന്താണ്, ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിന് അവിടെ ജസ്റ്റ് ഒന്ന് കോമെന്റ് കൊടുക്കാം കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, അഡ്മിഷൻ ഡാറ്റ. ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ ഓഡിറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങള്. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ഥിതി വിവര കണക്കുകൾ അല്ലെ. ഓക്കെ, അപ്പൊ സ്ഥിതി വിവര കണക്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റിസോഴ്സസ് അല്ലെ, എന്താണ്, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് അടങ്ങുന്നുണ്ടാവും അല്ലെ. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എല്ലാ റിസോഴ്സസുകളും എല്ലാം. ഓക്കെ, പിന്നെ എന്താണ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്.
ഹോസ്പിറ്റലില് ഉപയോഗിക്കുന്ന യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഉപയോഗിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആ കാര്യത്തിൽ ഉണ്ടാവും. എന്തിലുണ്ടാവും? ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അഡ്മിഷൻ ഡാറ്റ, എത്ര പേരാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്, പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഇതിനകത്തുണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. എന്താണ് സ്ഥിതി വിവര കണക്കുകൾ ഉണ്ടാവും, ഹോസ്പിറ്റലിലെ എല്ലാ റിസോഴ്സിനെയും കുറിച്ചുള്ള കാര്യങ്ങള്, യൂട്ടിലൈസേഷൻ റേറ്റ്, ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള റേറ്റ്, അതുപോലെ തന്നെ എന്താണ് അഡ്മിഷൻ ഡാറ്റ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആരൊക്കെയാണ്, അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. അപ്പൊ സ്റ്റേജസ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. സെക്കൻഡ് സ്റ്റേജ് എന്താണ്, ഫസ്റ്റ് സ്റ്റേജ് എന്താണ്, ഏതാണ്, ഐഡന്റിഫൈ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഓരോ സ്റ്റേജും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ഇനി സെക്കൻഡ് സ്റ്റേജ് വരുന്നത് സെലക്ടിംഗ് ക്രൈറ്റീരിയ. തേർഡ് സ്റ്റേജ് മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. നാലാമത്തെ സ്റ്റേജ്, അഞ്ചാമത്തെ സ്റ്റേജ് സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് റീ ഓഡിറ്റ്. അപ്പൊ 6 സ്റ്റേജുകളാണ് ഉള്ളത്. ഓക്കെ, 6 സ്റ്റേജ് ഉണ്ട്. ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം, ഓർഡറിൽ പഠിച്ചു വെക്കാം. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ടിംഗ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, റീ ഓഡിറ്റ്. ഫസ്റ്റ് സ്റ്റേജ് നോക്കിയേ. സ്റ്റേജ് 1 എന്താണ്, പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ഒന്നുകൂടി വലുതാക്കണോ? ബുദ്ധിമുട്ടുണ്ടോ കാണാനായിട്ട്? വേണമോ വേണ്ടേ? സ്വർണോ? വേണ്ട, വേണം. ഓക്കെ, ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്, പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതില് 5 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതായിരിക്കാം ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്? പറയാൻ പറ്റുമോ? എന്താ ബോക്സ് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും, ശ്രമിച്ചു നോക്കിയേ, ട്രൈ ചെയ്ത് നോക്കിയേ. നമ്മൾ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് എടുക്കേണ്ട ഇത്? ചില ആൾക്കാർ പറയുന്നുണ്ട് പ്ലാനിങ്, ചില ആൾക്കാർ പറയുന്നത് സെലക്ടിങ് അല്ലെ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പറയാം, സെലക്ടിങ് എ ടോപ്പിക്. നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്യണം അല്ലെ. ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ ആസ്പദമാക്കിയിട്ടാണ് ഓഡിറ്റ് ചെയ്യാറ് അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാനല്ലേ. അപ്പൊ ആദ്യം എന്താണ്, സെലക്ടിങ് എ ടോപ്പിക്. ആദ്യം നമ്മള് ടോപ്പിക് സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പ്രയോറിറ്റൈസ് ഓഡിറ്റ്. എന്ത് ചെയ്യണം? അതിന് മുൻഗണന നൽകുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തു, അതിന് നമ്മൾ പ്രയോറിറ്റി എന്താണ് കൊടുക്കുന്നത്? മുൻഗണന അല്ലെ. ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മുൻഗണന നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോ സെലക്ടിങ് എ ടോപ്പിക്, പ്രയോറിറ്റൈസ് ദ ഓഡിറ്റ്, എന്താണ്? മുൻഗണന കൊടുത്തു. ഡിഫൈനിങ് ദ പർപ്പസ്. ഓക്കെ, എന്താണ്? എന്തിനാണോ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ എഴുതണം അവിടെ. ഓക്കെ, അതിന്റെ പർപ്പസ് എന്താണ്, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് എഴുതാം. ടോപ്പിക് സെലക്ട് ചെയ്തു, പ്രയോറിറ്റി കൊടുത്തു, ഡിഫൈനിങ് ദ പർപ്പസ്. പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് നടത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള പർപ്പസ് നമ്മൾ അവിടെ എഴുതി. പിന്നെ എന്ത് ചെയ്യണം? പ്ലാനിങ് നടത്താം. ഓഡിറ്റ് പ്ലാൻ ചെയ്തു, പ്ലാനിങ് ദ ഓഡിറ്റ്. പിന്നെ എന്താണ്? യൂസേഴ്സ് ഇൻഫർമേഷൻ. അതെന്താണ്? ആളുകളിൽ നിന്നൊക്കെ നമ്മള്
ഇൻഫർമേഷൻസ് ശേഖരിക്കുക അല്ലെ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരുന്നത്. ഓക്കെ, സെലക്ടിങ് എ ടോപ്പിക്, പ്രയോറിറ്റൈസ് ദ ഓഡിറ്റ്, ഡിഫൈനിങ് ദ പർപ്പസസ്, പ്ലാനിങ് ഓഡിറ്റ്, യൂസേഴ്സ് ഇൻഫർമേഷൻ. കിട്ടിയോ? നെക്സ്റ്റ് നോക്കാട്ടോ. 1 മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? സ്റ്റേജ് 2, സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ അല്ലെ. നമ്മള് ക്രൈറ്റീരിയ സെലക്ട് ചെയ്യാം. 3 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമുക്ക് ഡയഗ്രാം ആയിട്ട് അവിടെ കാണാം. 3 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഏതാ വരാം? ഗസ് ചെയ്യാൻ പറ്റോ? ഫസ്റ്റ് ഏത് ബോക്സാ വരാം? ഡിഫൈനിങ് അല്ലെ. ഒരു സംശയമില്ലല്ലേ, നമുക്ക് ഡിഫൈനിങ് ആണ് ഫസ്റ്റ് വരുന്നത് അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്തു? ഡിഫൈനിങ് ക്രൈറ്റീരിയ. എന്താണ് മാനദണ്ഡം? ക്രൈറ്റീരിയ മീൻസ് മാനദണ്ഡം. എന്താണ് മാനദണ്ഡം എന്നുള്ളത് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തു. നമ്മൾ പറഞ്ഞു ഓഡിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ. ചിലപ്പോ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന ഒരു ടോപ്പിക് ആവാം, അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാവാം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ എടുത്തുകൊണ്ടാണ് ഓഡിറ്റ് നമ്മൾ നടത്തുന്നത്. അതിന്റെ ക്രൈറ്റീരിയ, മാനദണ്ഡം എന്താണെന്നുള്ളത് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യാം. ഇനി സെക്കൻഡ് വരുന്നത് സോഴ്സ് ഓഫ് എവിഡൻസ്. ഓക്കെ, എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം അല്ലെ. ഏതിൽ നിന്നൊക്കെ നമുക്ക് എവിഡൻസ് കിട്ടും? ഗസ് ചെയ്യാൻ പറ്റോ? 2 കാര്യങ്ങൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡിറ്റ് നമ്മൾ നടത്തുമ്പോൾ 2 കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഓഡിറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എടുക്കുന്നത്. ഏതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? കുറിച്ച് വെക്കുക. റെക്കോർഡ്സ്. ഏത് റെക്കോർഡ്സുകളൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. പിന്നെ എന്താണ് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, പേഷ്യന്റ് രജിസ്റ്ററും അല്ലെ. അപ്പൊ എന്താണ് സോഴ്സ് ഓഫ് എവിഡൻസ്? നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? പേഷ്യന്റ് രജിസ്റ്ററിൽ നിന്നും അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നുമാണ് നമ്മൾ എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, എവിഡൻസ് നമ്മൾ ശേഖരിച്ചു. അപ്രൈസിങ് ദ എവിഡൻസ്. ഓക്കെ, അപ്രൈസിങ് ദ എവിഡൻസ് എന്നാണ് കേട്ടോ അത്. ഓക്കെ, ചെയ്യുന്ന നമ്മുടെയാണ് വരുന്നത് അപ്രൈസിങ് ദ എവിഡൻസ്. അപ്പൊ എന്താണ്? നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എവിഡൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എവിഡൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് 3 കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ക്രൈറ്റീരിയ, മാനദണ്ഡം എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു. സോഴ്സ് ഓഫ് എവിഡൻസ് അല്ലെ, നമ്മൾ കളക്ട് ചെയ്തു ഇൻഫർമേഷൻസ് പേഷ്യന്റ് രജിസ്റ്ററിൽ നിന്നും അതുപോലെ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നും എവിഡൻസുകൾ നമ്മൾ ശേഖരിച്ചു. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻഫർമേഷൻസിന്റെ അല്ലെങ്കിൽ എവിഡൻസിനെ നമ്മൾ എന്ത് ചെയ്തു? ഇവാലുവേറ്റ് ചെയ്യുകയാണ്. 3ാമത്തെ ബോക്സിൽ പറയുന്നത് എന്താണ്? അപ്രൈസിങ് ദ എവിഡൻസ്. കിട്ടിയോ? മൂന്നാമത്തെ അങ്ങനത്തെ എന്താണ്? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. അത്രയധികം ഇമ്പോർട്ടന്റ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഫസ്റ്റ് 2 സ്റ്റേജുകളാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഓരോന്നും ചിലപ്പോൾ ചോദിക്കാം. എന്താണ് ചിലപ്പോ ഒരു ബോക്സിൽ തരാതെ എന്താണ് ബാക്കിയുള്ളത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റില് ആ സ്റ്റെപ്പ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ബോക്സിൽ ഒരെണ്ണം തരാതെ ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. അതുപോലെ തന്നെ ഈ 3 കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സ്റ്റേജ് 2 കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതും എന്താണ് ചിലപ്പോ 2 തരും, 1 തരില്ല. അപ്പൊ ഏതാണ് ഈ സ്റ്റേജ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളത്, സ്റ്റെപ്പ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. 2 പഠിച്ചു വെക്കുക കൃത്യമായിട്ട്. 3ാമത്തെ അങ്ങനെ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. 3ാമത്തെ സ്റ്റേജ് 3 ആണ് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്ലാനിങ്, ഡാറ്റ കളക്ഷൻ അല്ലെ. എങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാം, ഡാറ്റകൾ എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തു. പിന്നെ എന്താണ് ഹാൻഡ്ലിംഗ് ഡാറ്റ,
അതുപോലെ തന്നെ എന്താണ് മെത്തേഡ്സ് ഓഫ് കളക്ഷൻ, നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഏതൊക്കെ മെത്തേഡ്സിലൂടെ കളക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ആദ്യം പ്ലാൻ ചെയ്തു, പിന്നെ മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഹാൻഡിലിംഗ് ഡാറ്റ, ഇത്ര ഉള്ളു വരുന്നത്. ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒന്ന് പഠിച്ചു വെക്കാം. ഏതെങ്കിലും ഒരു ഡയഗ്രാം ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കിയേ. സെക്കൻഡ് സ്റ്റേജ് വരെ, കമ്മിറ്റി മുതൽ സെക്കൻഡ് സ്റ്റേജ് വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. തേർഡ് സ്റ്റേജ് വരെ വായിച്ചു നോക്കാം. ഓക്കെ, ഇനി ഫോർത്ത് സ്റ്റേജ് നോക്കാം കേട്ടോ. എന്താണ് ഫോർത്ത് സ്റ്റേജ്? മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് ആണ് ഫോർത്ത് സ്റ്റേജിൽ വരുന്നത് അല്ലെ. ഓക്കെ, അതിനകത്ത് 2 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഐഡന്റിഫൈ ബാരിയേഴ്സ് ആൻഡ് ചേഞ്ച് ബൈ റിമൂവ് ബാരിയേഴ്സ്. എന്താണ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടാവുമല്ലോ, ബാരിയേഴ്സ് തടസ്സങ്ങള് അല്ലെ. ഓക്കെ, തടസ്സങ്ങളാണ് നമ്മള് എന്താ CSD-ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ചെയ്യാം, നമ്മുടെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഫിയർ, അതുപോലെ തന്നെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാവാത്തൊരവസ്ഥ. അതുപോലെ തന്നെ എന്താ ലോ മൊറേല്. മൊറേൽ എന്ന് പറഞ്ഞാല് ചില കാര്യങ്ങളിൽ നെഗറ്റിവിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ആത്മവീര്യം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പുവർ കമ്മ്യൂണിക്കേഷൻ. പുവർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ചിലപ്പോ നമ്മൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പേടി ഉണ്ടാവാം, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവാത്ത ഒരവസ്ഥ. ഇതൊക്കെയാണ് ബാരിയേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ആ ബാരിയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്ത് കളയണം? റിമൂവ് ചെയ്യണം അല്ലെ. ചേഞ്ചസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അതങ്ങനെ തന്നെ നമുക്കൊരു തടസ്സമായിട്ട് നിൽക്കും. ഇല്ലേ? ഇപ്പൊ ഏതൊരു കാര്യമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിലായാലും എന്താണ് തടസ്സങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതെന്താണ് ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ. പക്ഷെ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എന്താണ് അത് റിമൂവ് ചെയ്ത് കളയേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ നമുക്കൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് തടസ്സങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു അല്ലെ. ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. ഇവിടെ ഓഡിറ്റിന്റെ രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്തതാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഈ നെക്സ്റ്റ് ആണ് എന്ത്? 5 സ്റ്റേജ് സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്. എന്താണ് സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? എന്താ സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞാല്? നിലനിർത്തുക അല്ലെ. ഓക്കെ, നിലനിർത്തുക. ആ ഇംപ്രൂവ്മെന്റ് നമ്മളുടെ ജീവിതത്തിൽ വേണം, അല്ലെങ്കിൽ ആ ഇംപ്രൂവ്മെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. എന്ത് ചെയ്യണം?
ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ. നമുക്കൊരു ഇപ്പൊ എന്താണ് നമ്മളുടെ ഹോസ്പിറ്റലില് എന്തെങ്കിലും എന്താണ് പരീക്ഷ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള ഇപ്പൊ പേഷ്യന്റ് കെയറിനെ സംബന്ധിച്ചിടത്തോളം അത് മെച്ചപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നുള്ള നിലയിൽ വന്നു. അപ്പൊ അതെന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ. അതാണ് അവിടെ പറയുന്നത്. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഓഡിറ്റ് നടത്തുമ്പോൾ ഒരു ഡാറ്റയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ ഡാറ്റയെ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് അത്യാവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള ചേഞ്ചസിലേക്ക് അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതാണ് റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. ഇനി അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മൾ. ഇനി അതിനായിട്ട് എന്ത് ചെയ്യണം, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേറ്റിംഗ്. അത് നിരീക്ഷിക്കണം അല്ലെ, ഒബ്സർവ് ചെയ്യാം അല്ലെ. നമ്മൾ വായിച്ചു നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ പേഷ്യന്റ് കെയർ ആവാം, ഡോക്ടേഴ്സ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആവാം രോഗികൾക്ക്, അതിനകത്ത് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് നേരിട്ട് നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്യാം അല്ലെ. ഡോക്ടർ എങ്ങനെയാണ് കൊടുക്കുന്നത്, അപ്പൊ അങ്ങനെയുള്ള ഒബ്സർവേഷൻ നടത്തി ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് ചേഞ്ചസ് വരുത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ റീ ഓഡിറ്റ് ചെയ്യാം അല്ലെ. വീണ്ടും റീ ഓഡിറ്റ് ചെയ്യണം. ഇപ്പോ എക്സാമ്പിൾ പറയാം, നിങ്ങൾ എക്സാം എഴുതിയപ്പോ ഒരു സബ്ജക്റ്റിൽ ഫെയിൽ ആയി പോയി. ജസ്റ്റ് ഒന്ന് ഇതാക്കാനാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും അല്ല, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, വിഷമിക്കരുത് കേട്ടോ. ഓക്കെ, മിസ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ ഇനി അത് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു എക്സാം എഴുതി ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഫെയിൽ ആയപ്പോ നിങ്ങൾ എന്ത് ചെയ്തു, അയ്യോ വിഷമിച്ചിരിക്കോ, എനിക്ക് ആ സബ്ജക്റ്റ് എഴുതിയെടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കിട്ടിയില്ല, ഞാൻ തോറ്റു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കോ. പിന്നെയും എക്സാം വരുമ്പോ അല്ലെങ്കിൽ എക്സാമിന്റെ ഇത് വരുമ്പോ എന്ത് ചെയ്യും, എക്സാം എഴുതോ അല്ലെ, അല്ലെങ്കിൽ റീ ടെസ്റ്റ് എഴുതാനായിട്ട് നോക്കും അല്ലെ, റീ എക്സാമിൻ നടത്തും അല്ലെ. അപ്പൊ ചിലപ്പോ നിങ്ങൾക്കിപ്പോ എന്താണ്, ചിലപ്പോ നിങ്ങൾ ഫെയിൽ ആയി പോയതിനെക്കാട്ടി കൂടുതൽ റീ എക്സാം എഴുതുമ്പോൾ നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആ എക്സാമിൽ അല്ലെ. ഓക്കെ, നല്ലൊരു വിജയത്തിലേക്ക് എത്താനായിട്ട്. അതാണ് അവിടെ പറയുന്നത്, എന്താണ് റീ ഓഡിറ്റ് നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ആ ഇംപ്രൂവ്മെന്റ്സുകൾ എവിടെയാണ് വരുത്തേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ഒബ്സർവ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് റീ ഓഡിറ്റ് നടത്താം. ആ ഇംപ്രൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ്മെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ റീ ഓഡിറ്റ് നടത്തിക്കൊണ്ടേയിരിക്കാം. അപ്പൊ നമ്മൾക്ക് എന്താണ്, നല്ല രീതിയിൽ പിന്നെയും കാര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ടും അവിടെ കൊടുക്കുന്ന കെയറില് എന്തെങ്കിലും ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റിലൊക്കെ നമുക്ക് പിന്നെയും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി അത് നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുന്നുണ്ട് റീ ഓഡിറ്റിലൂടെ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. എന്താ 6th സ്റ്റേജ് ആണ് റീ ഓഡിറ്റ്. റീ ഓഡിറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശേഖരിക്കേണ്ടതെന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്, റിവ്യൂ എവിഡൻസ്. നമ്മള് റീ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം അല്ലെ. എവിഡൻസ് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഓഡിറ്റ് നടത്താനായിട്ട് പറ്റില്ല. എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്തു. മെഷർ ഇഫക്റ്റീവ്നെസ്, അതിന് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ട്, ആ എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസിൽ നമ്മൾ എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ട്, ഇഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യാം. ഓക്കെ, കിട്ടിയില്ലേ? ഇനി എന്താണ്, ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്. ഇനി സോഴ്സസ് ഒക്കെ വെച്ച് നമ്മൾ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് എത്രമാത്രം റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാം. വീണ്ടും അതിനകത്ത് തെറ്റുകളോ അല്ലെങ്കിൽ വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശേഖരിക്കേണ്ടതുണ്ട്, എന്തെങ്കിലും റീ ഓഡിറ്റ് നടത്തേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. എത്രമാത്രം റീ ഓഡിറ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് പരിശോധിക്കുകയാണ് തേർഡ് സ്റ്റേജിൽ പറയുന്നത്. എന്താണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്? ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്. നമ്മൾ സോഴ്സസുകളൊക്കെ കളക്ട് ചെയ്ത് എന്താണ് എവിഡൻസ്, സോഴ്സസിൽ നിന്നൊക്കെ എവിഡൻസുകൾ കളക്ട് ചെയ്തുകൊണ്ട് എത്രമാത്രം റിസൾട്ട് കിട്ടുന്നുണ്ട്, ആ റിസൾട്ട് നോക്കിയിട്ട് പിന്നെയും നമുക്ക് തെറ്റുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെയും എവിടെയെങ്കിലൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട്, എവിഡൻസുകൾ വീണ്ടും കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ റീ ഓഡിറ്റ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കാം, മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ നമുക്ക് ഓഡിറ്റ് നടത്താനായിട്ട് പറ്റും.
ഓക്കെ, നമ്മുടെ തെറ്റുകൾ, കുറവുകള് അല്ലെങ്കിൽ എവിഡൻസുകളൊക്കെ നമുക്ക് വീണ്ടും കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റുകളും കുറവുകളൊക്കെ നമുക്ക് പിന്നെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഓൺഗോയിങ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ നമുക്ക് ഓഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് തേർഡ് സ്റ്റേജിൽ പറയുന്നത്. റീ ഓഡിറ്റില് ആദ്യം എവിഡൻസ് കളക്ട് ചെയ്തു, ആ കളക്ട് ചെയ്ത എവിഡൻസ് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കുന്നു. അതിനുശേഷം എന്താണ്, എവിഡൻസുകൾ കളക്ട് ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ടാണോ നമ്മൾ എടുത്തിരിക്കുന്നത്, പിന്നെയും റീ ഓഡിറ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ എന്താണ്, ഓൺഗോയിങ് ആയിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കാം, നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ, ചോദിക്കേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. നമ്മള് 2 ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ആദ്യ ഭാഗത്ത്? ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ട്, ഏതൊക്കെയായിരുന്നു? ഇന്നത്തെ ക്ലാസ് ആണ് കേട്ടോ, ചീത്തൊന്നും പറയില്ല. ഓർമ്മയില്ലെങ്കിലും ചീത്തൊന്നും പറയില്ല, ഇന്നത്തെ ക്ലാസ് ആയതുകൊണ്ട്. കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, പിന്നെന്താ, ഏതൊക്കെയാണ്? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ അതിനോട് കൂടിയിട്ട് അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, മിസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കണം. ഇത് എന്താണ്, ഇപ്പോ അതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ട് ഇത് ഏത് ഓഡിറ്റ് ആണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിറ്റ് ഏതൊക്കെയാണ്, ക്ലിനിക്കൽ ഓഡിറ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതും ചോദിക്കാറുണ്ട്. ഇനി നമ്മളിവിടെ കണ്ടോ അല്ലെ ടൈപ്സ്. അപ്പൊ ആദ്യം പഠിച്ച 2 അതിനു കൂടി ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ, അതിനെ കൂടി ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഇനി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കരുത്. ഓക്കെ, അപ്പൊ നോക്കാം. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, സ്ഥിതിവിവര കണക്കുകൾ. ഓക്കെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ ഉൾപ്പെടുന്ന ഓഡിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, എക്സ്റേ വ്യൂ. എക്സ്റേ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റേ എടുക്കുന്ന സ്ഥലത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ആണ് എക്സ്റേ വ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? എക്സ്റേ എടുക്കുന്ന സ്ഥലത്തെ എല്ലാ വിവരങ്ങളും അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ വിവരങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെന്താ, ഡിസീസ് ഓഡിറ്റ്. ഡിസീസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ രോഗങ്ങളാണ് പേഷ്യൻസിന് വന്നിരിക്കുന്നത്, ഓക്കെ, അതുപോലെ തന്നെ എന്തൊക്കെ ഡിസീസസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള അസുഖങ്ങൾ ഉൾപ്പെടുന്ന ഓരോ കാര്യങ്ങളും, അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഡിസീസ് ഓഡിറ്റ്. ഇനി എന്താ, ഒബ്സ്റ്റട്രിക് കേസസ്. ഓക്കെ, അതെന്താണ്? ഡെലിവറിയുമായിട്ട്, ഗൈനോക്കോളജിയുമായിട്ട് അല്ലെങ്കിൽ പ്രസവാനന്തരപരമായ ഗൈനോക്കോളജി, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ ഇതായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഫൈനൽ ആയിട്ടുള്ള ഇവാലുവേഷൻസ് അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇൻഫെക്ഷൻസിന്റെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നഴ്സിംഗ് ഓഡിറ്റ്. നഴ്സിംഗ് ഓഡിറ്റ് എന്തായിരിക്കും? നഴ്സിംഗ് ഓഡിറ്റ്? നഴ്സിംഗ് കെയർ അല്ലെ? എന്താണ്? നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് അവർ ക്വാളിറ്റിയോടെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ഡീറ്റെയിൽസും, നഴ്സിംഗ് കെയറിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്? ഡെത്ത് ഓഡിറ്റ്. അറിയാമല്ലോ ഡെത്ത് ഓഡിറ്റ് എന്താണ്? ഹോസ്പിറ്റലില് മരിച്ച രോഗികള് എങ്ങനെയൊക്കെയാണ്, അവര് എത്ര പേരുണ്ട്, എന്തൊക്കെ അസുഖങ്ങൾ വന്ന് അല്ലെങ്കിൽ എന്തൊക്കെ ഇതായിട്ടാണ് അവർ മരിച്ചിരിക്കുന്നത് അല്ലെ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ മരിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ
ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് ഡെപ്ത് ഓഡിറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞ കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും നമ്മൾ പറഞ്ഞിരുന്നു. അതിനോട് കൂടിയിട്ട് ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, സ്ഥിതിവിവര കണക്കുകള്, അതുപോലെ തന്നെ എക്സ്റേ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റേ എടുക്കുന്ന വിഭാഗങ്ങളിലെ എല്ലാ കാര്യങ്ങളും അല്ലെ, എക്സ്റേ എടുക്കുന്ന ഭാഗങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുകൊണ്ടിട്ടാണ് ഡിസീസസ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾക്ക് എത്ര അസുഖങ്ങൾ വന്നിട്ടുണ്ട്, എത്ര പേര് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, എന്തൊക്കെ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒബ്സ്റ്ററ്റിക്സ് കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗൈനോക്കോളജി അല്ലെ, ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നു. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിന്റെ മൊത്തമായിട്ടുള്ള ഒരു ഫൈനൽ ഇവാലുവേഷൻ ആണ് ഇതിൽ നടത്തുന്നത്. അതുപോലെ തന്നെ നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഡെത്ത് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികളെ എത്ര പേര് മരിച്ചിട്ടുണ്ട്, ഏതൊക്കെ കാരണങ്ങൾ, ഏതൊക്കെ രോഗങ്ങളാലാണ് അവർ മരിച്ചിരിക്കുന്നത്, അതിന്റെ കാരണങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടും. റീസൺസും എല്ലാ കാര്യങ്ങളും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ, ഒന്ന് വായിച്ചു നോക്കാം ടൈപ്സ് വരെ. ടൂവും അതുപോലെ തന്നെ വണ്ണും കേട്ടോ. അതിന്റെ ആ ഡയഗ്രാം ഒന്ന് പഠിച്ചു വെക്കാം. മൂന്നാമത്തെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. 3 കാര്യങ്ങൾ, മൂന്നാമത്തേല് 3 കാര്യങ്ങളുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മറ്റു ഭാഗങ്ങൾ രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ ഇത്ര വരെയും? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് വരെയും ഓക്കെ. അപ്പോ ഇത്ര വരെയും പഠിച്ചിട്ട് വരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, താങ്ക് യു.